ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെതാ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഇപ്പോഴല്ല, 2-3 ദിവസമായിട്ട്, 2-3 ദിവസമല്ല, കുറേ ദിവസങ്ങളായിട്ട് നല്ലോണം മഴയാണ്. പാടത്തും തൊട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ സ്പെഷ്യൽ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും പിന്നെ എന്താ കുട്ടപ്പയ്യേ, പിന്നെ ഇന്നലത്തെ സാമ്പാറും പിന്നെ മുട്ടക്കറി, സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാനിതാ കേട്ടോ. ഹലോ കുട്ടപ്പായി എണ്ണയൊക്കെ തേച്ച് സുന്ദരക്കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അപ്പോൾ മഴ ഒന്ന് കുറയുകയാണെങ്കിലേ, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനിയും ഒന്ന് കുറയുകയാണെങ്കിൽ ഞങ്ങൾ പാടത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം അല്ലേ. തോണി നിറഞ്ഞത് എന്താ പേടിപ്പിക്കില്ലേ. അപ്പോൾ പാടത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഒന്ന് വെറുതെ നമ്മുടെ ബാക്കോറി പിന്നാമ്പുറത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. വായി ഇതാ വരികടാ അമ്മേ, കണ്ടോ. ഇനി ഒരു 3-4 ദിവസം കൂടി ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ പുഴ പോലെ വരമ്പൊന്നും കാണില്ല അല്ലേ കുഞ്ഞപ്പാ. ഇവിടെ അമ്പലമിറ്റൊക്കെ ആകെ ചളി പിളിന്നായിക്കണം. കറ്റാവാഴ കണ്ടില്ലേ, കറ്റവാഴൊക്കെ ഇനി മാറ്റി കുഴിച്ചിടണം കേട്ടോ. ഈ ചട്ടിയൊക്കെ ആകെ പൊട്ടി നാശമായിക്കും. കുഞ്ഞപ്പൻ അച്ചാറിൽ കൊണ്ട വായോ. വാഴൻ്റെ തണ്ട് എണ്ണ പരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറ് കേട്ടോ. കുട്ടപ്പായി വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. കുട്ടപ്പായി സഹായിക്കും അമ്മേനെ, വീഡിയോ എടുക്കാൻ സഹായിക്കും. എന്നാ പിടിച്ചോ, ക്യാമറയുടെ മുകളിൽ വെക്കില്ലേ. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞതും കൊണ്ടാണ്. അപ്പം അമ്മയ്ക്ക് തോന്നിയൊന്ന് വീഡിയോ എടുത്താലോന്ന്. പിന്നെ ഞങ്ങൾ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നോക്കി വെക്കാം അല്ലേ. ദം ബിരിയാണി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കി വെക്കാം. കുക്കിംഗ് ആരാ? മൈ ഡാഡി ആൻഡ് രൂപ. ഇന്നലത്തെ സാമ്പാർ ചൂടാക്കി വെച്ചിട്ട് കേട്ടോ. നമുക്ക് ചായ കുടിച്ചാലോ. അത് ചായയൊക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ അവന് വേണ്ടി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കുമാർ ചായ കുടിച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ ദോശ ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ, ഇത് കുട്ടപ്പായിയാണ് സാമ്പാറിൻ്റെ ആള് അല്ല കുട്ടപ്പായിയെ. കുട്ടപ്പായിയാണ് സാമ്പാറിൻ്റെ ആള്. മുട്ടക്കറി ചട്ടിന്ന് ഞാൻ മാറ്റിയിട്ടില്ല കണ്ടോ. മുട്ടയൊക്കെ ഉണ്ടോ എനിക്ക്, പേടിക്കണ്ട. അപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ചട്ടി പാത്രമൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ആരനെ വെയിറ്റ് ചെയ്തിരിക്കണ്? ആരനെയാ? അച്ഛനെ. ആ മൂപ്പരാളതാ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാ. ഇന്നെന്താ ബിരിയാണി വെക്കാനൊരു ആഗ്രഹം ഏട്ടാ? ഇന്നെന്താ ബിരിയാണി വെക്കാൻ? ഈ വേണ്ട കുട്ടപ്പായി പോണ്ട, മഴയാ. ഞാൻ എടുക്കണ എണ്ണന്നല്ല, ഞാൻ എടുക്കണ എമൗണ്ട് എല്ലാവരും എണ്ണ തന്നെ ഉപയോഗിക്കും. കുട്ടപ്പായി ഇതാ തലയിൽ രാവിലെ തന്നെ തൊട്ട് പറ്റിയിട്ട് ഇന്നലെ ഷാമ്പു ഇട്ടു അവൻ. അപ്പോൾ ഇന്ന് രാവിലെ എണ്ണ തൊട്ട് പറ്റി നല്ല സോഫ്റ്റായി കിടക്കും കേട്ടോ. ഏട്ടൻ പിന്നെ താടിയും ഒക്കെ തേക്കും. താടി വളരാൻ വേണ്ടിട്ടൊന്നല്ല, താടി മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഏട്ടൻ്റെ താടി ഭയങ്കര റഫാ. അങ്ങനെ വായോ വിശന്നിട്ട് വയ്യ, ഞങ്ങളതിനെ കാത്തിരിക്കുന്നത്. കുട്ടപ്പായി പനി കേട്ടോ, അണക്കിൻ്റെ അടുത്ത് അടി കിട്ടുട്ടോ. എന്താടാ കാണിക്കണില്ലേ. അപ്പം ഞാൻ 2 കോഴിമുട്ട കേട്ടോ, എൻ്റെ എന്താ പറയുക, നമ്മുടെ റേഷൻ എന്നൊക്കെ പറയണ പോലെ ഇവിടെ 2 കോഴിമുട്ട. കുട്ടപ്പായ്ക്ക് എത്ര കോഴിമുട്ടേ? ഒരു ദോശ എടുത്തിട്ടുണ്ട്, 2 ദോശ എടുക്കും കേട്ടോ. അമ്മ നിങ്ങളെ കണ്ടിട്ട് കാലം കുറയും. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ, മാക്സിയൊക്കെ അത് സാരില്ല, ഒരു ഹായ് കൊടുത്തോളൂ.
കല്യാണത്തിന് പോകുന്നല്ല ഞങ്ങള് വീട്ടിലൊക്കെ അല്ലേ? കല്യാണം ഉണ്ടാൻ വെക്കുന്നത്. അപ്പം ശരി. അപ്പം ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ. എന്നാ എടുത്ത് കുടിച്ചോ. കുട്ടപ്പായ്ക്ക് രാവിലെ ചായ വേണം കേട്ടോ. എനിക്ക് ഏട്ടനും ചായ വേണ്ട. കുട്ടപ്പായ്ക്ക് ചായ നിർബന്ധ. ആ ശീലം എങ്ങനെയൊക്കെ മാറ്റണം. അതാ നല്ലതാണ് എനിക്ക്. അപ്പം ഞാൻ എന്തായാലും കോഴിമുട്ടൊക്കെ കൂട്ടിയിട്ട് ദോശ. നിങ്ങളിങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എനിക്ക് പിന്നെ വെള്ളപ്പൊന്നും ഇഷ്ടമല്ല. എനിക്ക് വെള്ളപ്പം തീരെ ഇഷ്ടമല്ല. അടിപൊളി. വന്താച്ച് ഗിടികൾ. ചാടിച്ചു ശ്രീകുട്ടിയെ. എന്താ കടി? ദോശയും ഇവിടെ അതെ ഇന്ന് മുട്ടക്കറി ഉണ്ട്. മുട്ട കഴിഞ്ഞു, കറിയുണ്ട്. ഇരി എടുക്കാം നമുക്ക് പോയിട്ട്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കട്ടെ. അച്ഛത്തെ സാധനങ്ങൾ മേടിക്കും. ഇവിടെ പിന്നെ മഴക്കാലമായി കഴിഞ്ഞ് ഉമ്മർത്ത് മൊത്തം തുണികളാവും. ഏട്ടൻ്റെ വജ്രായുധങ്ങൾ എടുത്തിട്ടുണ്ട് മഴക്കാലത്തെ. പാൻറ് കയറ്റു. കുട്ടപ്പായി അച്ഛൻ എത്രയും ഇന്നെ പോയിട്ട് നോക്കട്ടെ. വലിയ ചെക്കനായി. കുട്ടപ്പായി പോണില്ല. ഇല്ല കുട്ടപ്പായി ഇല്ല. കുട്ടപ്പായി പോയ ശ്രീകുട്ടി അവിടെ ഒറ്റയ്ക്കാവില്ലേ? അങ്ങനെ ഏട്ടൻ ചിക്കനും ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു. എവിടേക്കാ? നമ്മുടെ പാടത്തേക്ക്. ഇത് സ്ഥിരം ഒരു പതിവാണ് കേട്ടോ. സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഇതേപോലെ പാടത്തും തോട്ടിലൊക്കെ വെള്ളം നിറയുമ്പോൾ ഞങ്ങൾ പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും. മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് ഈ വക പരിപാടികളൊക്കെ രണ്ടെണ്ണം കൂടി ചെയ്യും. നടക്ക്. നിന്റെ തലേക്ക് വെള്ളാക്കിയുണ്ടല്ലോ. രണ്ടെണ്ണത്തിനെടുത്ത് ഞാൻ തോട്ടിലേക്ക് ഇടും കേട്ടോ. ഇതാണ് അവര് ക്രിക്കറ്റ് കളിച്ചേർന്ന കണ്ടം. അതിലൊക്കെ ഇപ്പൊ നിറയെ വെള്ളമായി. ഇപ്പൊ കാല് വെച്ച് കഴിഞ്ഞാൽ ബും പറഞ്ഞിട്ട് പോവും. എന്താ അത്? ഇതൊക്കെ ചത്ത ഞൗഞ്ഞൂടി. ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം നടന്നിട്ട് സന്തോഷിക്കട്ടെ. ഇന്നലെ നമ്മൾ പോയി. കുട്ടപ്പായി വെള്ളക്കൊറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞൗഞ്ഞീനെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. ഞൗഞ്ഞീനെയും വാൽമാക്രീനെയൊക്കെ പിടിച്ച് തിന്നെ പറ്റുള്ളൂ. പിന്നെ നല്ല ചെറിയ പരല് ചിലപ്പോൾ പൊന്തി വരും. അപ്പോൾ അവറ്റേനൊക്കെ പിടിച്ച് തിന്നും. പിന്നെ വേറെ തരം കൊറ്റികളും ഉണ്ടാവാറുണ്ട്. കറുത്ത കൊറ്റികൾ. ഇനി പോണ്ട, ഇവിടെ എന്താ മതി. നിറയെ കഞ്ഞുണ്ണികൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട് കഞ്ഞുണ്ണികൾ. ഈ കണ്ടതിൽ അത്യാവശ്യം കുണ്ടുണ്ടാവും കേട്ടോ. ഇത് താഴത്തെ കണ്ട, മേലത്തെ കണ്ട, അത് താഴത്തെ കണ്ടത്. എന്താ കിടക്കണ് കുട്ടപ്പായി ആ വരമ്പത്ത്? തേങ്ങയാണോ? ഒന്ന് പോയേക്ക് നോക്ക്. എന്താന്ന്? അത് കൂടെ നടന്നിട്ട് പോവാ. ഇന്ന് പാടത്ത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തോണ്ടാ? അതൊക്കെ അവരെ കുളത്തുനിന്ന് വരുന്ന മീനാ. എന്താ പൊന്നത്? ഹെൽമെറ്റോ? ഷേ, ഞാൻ തേങ്ങ വിചാരിച്ചു കേട്ടോ. അവിടെ ഇട്ടോ, അങ്ങോട്ട് പോരെ. പൊന്നാ,
ഇടി ശ്രീക്കുട്ടിയെ അതാ വലിയ വരുമ്പത്തേക്ക് കയറ്റിയേക്കി. അത് ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ കണ്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കാല് മുറിയും. ആ വലിയ വരുമ്പത്തേക്ക് കയറ്റിച്ചോ. ഇത് ഹെൽമെറ്റാട്ടോ, തേങ്ങയല്ല. ഇങ്ങോട്ട് പോരെ. അത് ചാലാണ് കുഞ്ഞപ്പ, അങ്ങോട്ട് വായോ ഈ. അതന്നെ. അങ്ങനെ ഞങ്ങൾ കണ്ടത്തിൽ കൂടെ നടക്കുകയാണ്. ഞൗഞ്ഞിയുടെയും ഞണ്ടിൻ്റെ ഒക്കെ പൊത്താട്ട കുഞ്ഞപ്പ. ഇതൊക്കെ ഞണ്ടിൻ്റെ പൊത്താവും. ഞണ്ടോളം ഉണ്ടാക്കും. ഹൈവാ, ഇതുപോലത്തെ വലിയ കയലയിലാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പോയി കുളിച്ചായിരുന്നു. കുഞ്ഞപ്പായ്ക്ക് ഒരു ഞൗഞ്ഞി കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇതിൽ മാംസം ഉള്ളതാ കണ്ടോ. ചേട്ടനെ ഈ സമയത്തൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, ഒറ്റ വിരിയണം. മുട്ടയൊക്കെ വിരിഞ്ഞ് പുറത്തിറങ്ങണം. അവിടെ ഇറങ്ങോട്ടെ. ഇത് കുഞ്ഞീതാ. ഈ കണ്ടത്തിൽ അത്യാവശ്യം മുട്ട ഉണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞു കുഞ്ഞേ ഹോമിയോ ഗുളിക പോലെ ഉണ്ടാവുക. തിരഞ്ഞു നോക്കി നോക്കുക, പക്ഷെ കാണാനില്ല. കണ്ടോ? അങ്ങനെ ഞൗഞ്ഞിമുട്ട ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. ഒരു സെറ്റ് ഞൗഞ്ഞിമുട്ട കണ്ടോ. ഇതാണ് ഞൗഞ്ഞിമുട്ട. അത് ഇതേപോലെ ചേറിൻ്റെ മുകളിൽ പുല്ലിൻ്റെ ഇടയിലാണ് വിറ്റോളൂ മുട്ടിട്ട് വയ്ക്കുക. ചിലപ്പോൾ വരമ്പത്തും ഉണ്ടാവാറുണ്ട് കേട്ടോ. വരമ്പത്ത് സൈഡിലാണ് ഉണ്ടാവുക, നടപ്പാതയിൽ ഉണ്ടാവില്ല. അത് അവിടെ തന്നെ കൊണ്ടുവച്ചോ. എവിടെ കിട്ടിച്ച അവിടെ കൊണ്ടുവയ്ക്കിട്ടാ. അതാ ആ സെൻറ്ററിൽ നിന്ന്. അതാ കുറച്ചും കൂടി. എവിടേക്ക് പോണേ? അതാ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറി വാ. കുറച്ചും കൂടി ഇങ്ങോട്ട്. ശ്രീക്കുട്ടി പോണ സ്ട്രൈറ്റ്. ആ അവിടെ തന്നെ, അവിടെ തന്നെ. അങ്ങോട്ട് പോരെ. അപ്പം ഞങ്ങളിനി വീട്ടിൽ പോവാം കേട്ടോ. അപ്പം ഞൗഞ്ഞീനെയും കണ്ടു, ഞൗഞ്ഞി മുട്ടേനെയും കണ്ടു. ഇനി നേരെ വീട്ടിലേക്ക് കയറൂ. ഇനി നമുക്ക് അച്ഛൻ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാമല്ലേ. കുട്ടപ്പായി മിഠായി ഉണ്ടായിട്ട് ഓടി പോവാണോ? മിഠായി മേടിച്ചിട്ടേട്ടാ. അങ്ങനെ ബിരിയാണിക്കുള്ള സാധനങ്ങൾ വന്നു കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിൽ കാണാം അല്ലേ ശ്രീകുട്ടിയെ. ഇനിയൊക്കെ നുറുക്കി ചടപടേന്ന് നുറുക്കി ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഞം 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 തിന്നാം. ചിരിക്കണ്ട, പറയൂ നിങ്ങള്. ഞങ്ങളെ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുക്കർ ബിരിയാണി നമ്മൾ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. മഴയൊക്കെ അല്ലേ, അപ്പം ഈ നമുക്ക് ദമ്മൊന്നും പുറത്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുറത്ത് ദമ്മ് സെറ്റ് ചെയ്യാതെ, പിന്നെ പാത്രം ഒരു പ്രശ്നമാണ്. ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇട്ടക്കണേ? ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സബോള. ഇതില് കുരുമുളക് പൊടി കാണാണ്ടല്ലോ. ഇവിടെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ. കുരുമുളക് പൊടി ഇതില് നമ്മുടെ സ്പേസ് ഉണ്ടാവോ? ഏട്ടൊരു കാര്യം ചെയ്യേ, ചിക്കാക്കി എടുക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ചെറിയ കുക്കറാണ്. നോക്കാം. നമുക്കെന്നാ മറ്റേ കുഞ്ഞേ കുക്കറിലായി വെച്ചാലോ? വേവിച്ചിട്ട് തിരിക്കിട്ട പോലെ. അതെ, വലിയ പാത്രം എടുക്കാതെ. അല്ലട കുഞ്ഞപ്പ, അച്ഛൻ കുക്കർ ബിരിയാണി വെക്കാൻ വേണ്ടിട്ട്. ഇല്ല എന്നാട്ടാ, അതില് വലിയ കുക്കറൊന്നും ഇല്ല. ഇതില് കൊള്ളുന്നു. ചിക്കൻ വെന്ത് കഴിഞ്ഞാ ഒന്ന് സെറ്റ് ആവില്ലേ? ആരത് പറയണേ? അടുത്ത എന്താ കുക്കിംഗ് സിങ്കാണ്. കുട്ടപ്പായി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അല്ലേ? കുട്ടപ്പായി വീട്ടിലെല്ലാ പണിയും ചെയ്യും അല്ലേ കുട്ടപ്പായെ? അത് അതിനായിട്ടില്ല, ഒക്കെ പഠിക്കണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ പഠിക്കണം, എന്നാലാണ് ലൈഫ് സ്മൂത്തായിട്ട് പോകുള്ളൂ അല്ലേ ചീക്കുട്ടി? നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കണത്. അതിലെല്ലാ മസാലകൾക്ക് വേണ്ട ഉള്ളി, തക്കാളി, പിന്നെന്താ ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, അങ്ങനെയുള്ള വേണ്ട. പിന്നെ മല്ലിയില അല്ലേ? മല്ലിയില ഇതെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പെനയ്ക്കുക.
ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി സക്സസ് ആയാലിടുള്ളൂ. അപ്പോൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഇടാം അല്ലേ തീക്കുട്ടി? തീക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കുക്കർ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ കഴിഞ്ഞിട്ടില്ലേ? ആരും കുളിച്ചിട്ടൊന്നുമില്ല. എന്നാ പിടിക്കും. ബട്ടറൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കുഴച്ചോണ്ടിരിക്കുക കേട്ടോ. ചിക്കനും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി അല്ലേ? അങ്ങനെ എല്ലാം ഇട്ട് കുഴച്ച് ബട്ടർ കുഴച്ച് സെറ്റ് ചെയ്തു. ബട്ടർ ഇട്ടിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ ഏട്ടാ കുഴക്കണേ? അല്ല ആദ്യമായിട്ടല്ലേ ചിക്കൻ ഇതാക്കണേ? ഉപ്പ് കുറവുണ്ടോ? ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. നമ്മളത് വേവിക്കാൻ വെക്കുകയാണേ. ഇപ്പോൾ തീറിയുണ്ട് കേട്ടോ. ഇനി എത്ര വിസിൽ വരണേ ഏട്ടാ? ഒരു വിസിൽ അല്ലേ? ഓക്കെ നോക്കട്ടെ, ഞങ്ങൾ റെഡി ആയിട്ട് കാണിച്ചു തരാം. വിട്ട് വരും. ടാറ്റാ. എവിടെ കല്യാണം? കല്യാണം വിജയേട്ടനാണ്. എവിടെ സ്ഥലം പറയുന്നു? പെരുങ്ങണ്ണൂർ ഓടിയത്തിൽ. ആ ഓക്കെ ശരി. അപ്പം ശരി. സത്യമമ്മ ഉണ്ട് കേട്ടോ. സത്യമമ്മ മുകളിൽ നിൽക്കുന്നുണ്ട്. അതിനെ കാണാണ്ട്. കിടക്കും. ആ അവിടെ നിന്നോ? ആ കാണാണ്ട്. ശരി ടാറ്റ. ചോറിന് സ്പൈസസ്, സവോള, ബട്ടർ അല്ലേ ഏട്ടാ? ബട്ടർ ചേർക്കണ വേറെ ഒന്നുമില്ല, നെയ്യില്ല. നെയ്യ് ആകെ ഒരു ലേശമുള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം ഏട്ടൻ്റെ ടെൻഷൻ. ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ അടിക്കണ്ടെന്നു ഞാനത് തിന്നണേ. അരി കഴുകി വൃത്തിയാക്കി അരി കേട്ടോ. പാകത്തിന് വെള്ളമായിട്ട് ഒഴിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ 2 കുക്കറിലാക്കി വെച്ചു. സെറ്റ് ഇങ്ങനെ ഒന്ന് കാട്ടിയിട്ട് അങ്ങനെ കമ്പ് ബിരിയാണി എന്തെങ്കിലും ചിരിക്കണ കുട്ടപ്പായിച്ചിരിക്കണ പോലെ. ബിരിയാണി സെറ്റായി നോക്കിയാ? ബിരിയാണി കറക്റ്റായി കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി കഴിക്കാം. അപ്പോൾ ടാറ്റ. താങ്ക് യു. പിള്ളേർ സെറ്റ് മൊത്തം അവിടെ ഇരിക്കുക കേട്ടോ. ആ ഞാൻ തുടക്കലൊക്കെ വേഗം കഴിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുമുണ്ട്. നല്ല രുചിയുണ്ടായിരുന്നു. ഏട്ടൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രീകുട്ടിയും കുട്ടൂസനും അപ്പുറത്ത് തിണ്ടുമ്പോൾ പൊന്നൂസും ഗ്രീഷ്മൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവരെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടപ്പായി ഞങ്ങൾക്ക് ടാറ്റയ്ക്ക് തീർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ എനിക്ക് വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ സന്തോഷങ്ങളാണ്. വീട്ടിലിങ്ങനെ എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് രസം ഉണ്ടാവുക അല്ലേ? പിള്ളേർ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുടെ കൂടെ കളിക്കാനൊക്കെ കൂടും, പാടത്തേക്ക് പോവും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.